വെളുത്ത കോട്ടൺ തുണി കൊണ്ട് തലയും മുഖവും മൂടി വിചിത്രമായി കൂർത്ത തൊപ്പികളും ധരിച്ച് അർദ്ധരാത്രിയിൽ കൈകളിൽ തീപ്പന്തങ്ങളുമായി ഇറങ്ങുന്ന ഒരു നിഗൂഢ സംഘം. സയൻസ് ഫിക്ഷൻ സിനിമകളിലെ വില്ലന്മാരെ പോലെ തോന്നിക്കുന്ന ഇവർ വെറും സങ്കല്പമല്ല. അമേരിക്കയെ നൂറ്റാണ്ടുകളോളം ചോരയിൽ മുക്കിയ ലക്ഷക്കണക്കിന് മനുഷ്യരെ ജീവനോടെ വേട്ടയാടിയ കൂ ക്ലക്സ് ക്ലാൻ എന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ വംശീയ പ്രസ്ഥാനമാണ്. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. സംഭവം നടക്കുന്നത് 1865 ഡിസംബർ 24-നാണ്. അമേരിക്കൻ സിവിൽ വാർ കഴിഞ്ഞ് രാജ്യം തകർന്നു നിൽക്കുന്ന സമയം. യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട തെക്കൻ രാജ്യങ്ങളിലെ 6 മുൻപട്ടാളക്കാർ ചേർന്നാണ് ടെന്നസിയിൽ ഇതിന് തുടക്കമിട്ടത്. തുടക്കത്തിൽ വിരസത മാറ്റാൻ വേണ്ടി പരസ്പരം തമാശകൾ പറയുന്ന ഒരു രഹസ്യ ക്ലബ് പോലെയായിരുന്നു ഇത്. കിക്ലോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഇവർ ഈ പേര് ഉണ്ടാക്കിയത്. അതിന്റെ അർത്ഥം വട്ടം അല്ലെങ്കിൽ കൂട്ടം എന്നാണ്. അതിനോടൊപ്പം ക്ലാൻ എന്ന പേര് കൂടി ചേർത്താണ് ഇവർ കൂ ക്ലക്സ് ക്ലാൻ എന്ന പേര് സൃഷ്ടിച്ചത്. തമാശയ്ക്ക് തുടങ്ങിയ ഈ ക്ലബ് പെട്ടെന്ന് തന്നെ അമേരിക്കയിലെ ഏറ്റവും ഭീകരമായ വംശീയ പ്രസ്ഥാനമായി മാറി. അതിന് കാരണം അവരുടെ അജണ്ടയായിരുന്നു വൈറ്റ് സുപ്രീമസി. ലോകത്ത് വെള്ളക്കാരാണ് ഏറ്റവും ഉയർന്നവർ, അവരാണ് പ്രകൃതിയിലെ ഏറ്റവും ഉത്തമമായ വർഗം എന്ന ചിന്താഗതി. കറുത്ത വർഗക്കാരോടുള്ള വിദ്വേഷം. ആഭ്യന്തര യുദ്ധം ജയിച്ചതോടെ അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് കറുത്ത വർഗക്കാർക്ക് അടിമത്തത്തിൽ നിന്നും മോചനം കിട്ടി. അവർക്ക് തുല്യ അവകാശങ്ങളും വോട്ട് ചെയ്യാനുള്ള അധികാരവും ലഭിക്കാൻ തുടങ്ങി. ഇത് തെക്കൻ രാജ്യങ്ങളിലെ വെള്ളക്കാർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. കറുത്ത വർഗക്കാരെ വീണ്ടും അടിമകളാക്കുക, അവരെ വോട്ട് ചെയ്യാൻ അനുവദിപ്പിക്കാതെ ഇരിക്കുക എന്നതായിരുന്നു KKKയുടെ പ്രധാന ലക്ഷ്യം. ദ ഇൻവിസിബിൾ എംപയർ. ഇവർ തങ്ങളുടെ സംഘടനയെ അദൃശ്യ സാമ്രാജ്യം എന്ന് വിളിച്ചു. ഇതിന്റെ തലവനെ ഗ്രാൻഡ് വിസാർഡ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മുൻ കോൺഫെഡറേറ്റ് ജനറലായ നാഥൻ ബെഡ്ഫോർഡ് ഫോറസ്റ്റ് ആയിരുന്നു ഇവരുടെ ആദ്യത്തെ ഗ്രാൻഡ് വിസാർഡ്. KKKക്ക് തനതായ ചില വിചിത്ര സംസ്കാരങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. വെളുത്ത വസ്ത്രത്തിന്റെ രഹസ്യം. ഇവർ എന്തിനാണ് മുഖം മൂടിയ വെളുത്ത വസ്ത്രം ധരിച്ചത്? നിയമത്തിൽ നിന്നും പോലീസിൽ നിന്ന് രക്ഷപ്പെടാനാണ് മുഖം മറയ്ക്കാനുള്ള ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം കൂടുതൽ ക്രൂരമായിരുന്നു. യുദ്ധത്തിൽ മരിച്ചുപോയ വെള്ളക്കാരായ പട്ടാളക്കാരുടെ പ്രേതങ്ങളാണ് തങ്ങൾ എന്ന് കറുത്ത വർഗ്ഗക്കാരെ വിശ്വസിപ്പിച്ച് അവരെ മാനസികമായി തകർക്കുക. കത്തുന്ന കുരിശുകൾ. ഇവരുടെ ഏറ്റവും പ്രശസ്തമായ പ്രതീകമാണ് ഇത്. ഇരകളുടെ വീടുകളുടെയോ സ്ഥാപനങ്ങളുടെയോ മുന്നിൽ ഇവർ വലിയ മരക്കുരിശുകൾ നാട്ടിയ ശേഷം അതിന് തീ കൊളുത്തും. അതിനർത്ഥം അടുത്തത് നിങ്ങളുടെ ഊഴമാണ് എന്ന ഭീഷണിയായിരുന്നു. അർദ്ധരാത്രിയിൽ കുതിരപ്പുറത്തും വണ്ടികളിൽ ആയുധങ്ങളുമായി എത്തുന്ന KKK അംഗങ്ങൾ ഭീകരമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ലിഞ്ചിങ്. നിയമമോ കോടതിയോ ഇല്ലാതെ നിരപരാധികളായ കറുത്ത വർഗ്ഗക്കാരെയും അവരെ സഹായിക്കുന്ന വെള്ളക്കാരെയും ഇവർ കൂട്ടത്തോടെ തല്ലിക്കൊല്ലുകയും മരങ്ങളിൽ കെട്ടിത്തൂക്കുകയും ചെയ്യുമായിരുന്നു. ബോംബ് ആക്രമണങ്ങൾ, വീടുകൾക്ക് തീയിടൽ എന്നിവ ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. സാമ്പത്തിക തകർച്ച. ഇവരോടുള്ള ഭയം കാരണം സ്വന്തം കൃഷിയിടങ്ങളും റബ്ബർ തോട്ടങ്ങളും പോലെയുള്ള വലിയ വസ്തുവകകളും ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ജീവനും കൊണ്ട് വടക്കൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തത്. ഇവർ കറുത്ത വർഗ്ഗക്കാരുടെ വിദ്യാലയങ്ങളും പള്ളികളും പൂർണ്ണമായി തകർത്ത് കളഞ്ഞു. ചരിത്രത്തിൽ ഈ സംഘടന 3 തവണ ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. 1920-കളിൽ ഇവരുടെ അംഗസംഖ്യ 40 ലക്ഷത്തിന് മുകളിലായിരുന്നു. അക്കാലത്ത് അമേരിക്കയിലെ വലിയ രാഷ്ട്രീയക്കാരും പോലീസുകാരും ജഡ്ജിമാർ വരെ ഈ സംഘടനയിലെ രഹസ്യ അംഗങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് 1960-കളിൽ മാർട്ടിൻ ലൂതർ കിങ് പോലെയുള്ള നേതാക്കന്മാരുടെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ശക്തമായതോടെ ഈ സംഘടനയുടെ അടിസ്ഥാനമില്ലാതായി. ഗവൺമെന്റിന്റെ കടുത്ത നിയമങ്ങളിലൂടെ ഇവരെ അടിച്ചമർത്തുകയും പൊതുസമൂഹം ഇവരെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ഈ സംഘടനയ്ക്ക് പഴയതുപോലെ വലിയ അധികാരങ്ങളൊന്നും ഇല്ല. എങ്കിലും അമേരിക്കയുടെ ചില ഉൾഗ്രാമങ്ങളിൽ ഇന്നും ഇവർ വളരെ ചെറിയ ഗ്രൂപ്പുകളായി രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ചുരുക്കത്തിൽ, വെറുപ്പും വംശീയതയും തലയ്ക്ക് പിടിച്ചാൽ മനുഷ്യൻ എത്രത്തോളം ക്രൂരനായും മൃഗമായി മാറും എന്നതിന്റെ ഏറ്റവും വലിയ കറുത്ത അധ്യായമാണ് കൂ ക്ലക്സ് ക്ലാൻ. മനുഷ്യരെ നിറത്തിന്റെ ജാതിയുടെ പേരിൽ വിഭജിക്കുന്ന ഇത്തരം ക്രൂരമായ ചിന്താഗതികളെ പൂർണ്ണമായി തച്ചുടയ്ക്കാൻ ഒരു ആധുനിക സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.